ഇപ്പൊ താനും എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബോധിക്കും കെട്ടിക്കൊടുത്തു. ബോധിയും ഫ്രണ്ട്ലി ആയി അവളുടെ കവിളിൽ ഉമ്മ വെച്ചിരുന്നു. അത് കണ്ട ആ സ്പൈ ചെറുക്കനെ ഓടിപ്പോയി സ്റ്റാഫ് റൂമിലുള്ള ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തു. ടീച്ചറും ഫ്രണ്ട്ലി ആയി കിസ് ചെയ്യുന്നതിന് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അവനെ പറഞ്ഞയച്ചു. ഇതോടെ കുട്ടികൾക്കെല്ലാം ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പാവകൾ വെച്ച് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ആക്ച്വലി താനുവിന്റെ ആന്റിയും 10 വർഷത്തിന് ശേഷമാണ് പ്രഗ്നന്റ് ആയിരിക്കുന്നത്. ഇത് കേട്ട് അവളുടെ പാരന്റ്സിനും ഭയങ്കര സന്തോഷമായിരുന്നു. അതോടെ താനുവും അമ്മ എങ്ങനെയാണ് ആന്റി പ്രഗ്നന്റ് ആയതെന്ന് ചോദിച്ചു. കുട്ടിയോട് എന്ത് പറയണമെന്ന് അറിയാതെ അങ്കിൾ ആന്റിയും കിസ് ചെയ്തപ്പോഴാണ് ആന്റി പ്രഗ്നന്റ് ആയതെന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലാസ്സിലുള്ള ടീച്ചറെ വിളിച്ച് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവളെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി അവളോട് കാഷ്വലായി നീ പ്രഗ്നന്റ് ആണെന്ന് ആരാ നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. എന്റെ അമ്മ പറഞ്ഞു, അങ്കിൾ ആന്റിയുടെ കവിളിൽ ഉമ്മ വെച്ചപ്പോഴാണ് അവർ പ്രഗ്നന്റ് ആയത്. ബോധി എന്റെ കവിളിൽ ഉമ്മ വെച്ചിരുന്നില്ലേ, അതുകൊണ്ട് ഞാനും പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു. ടീച്ചറിന് ഇതിനെന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവളുടെ പാരന്റ്സിനെ വിളിപ്പിച്ചു. നടന്നതെല്ലാം കേട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് ദേഷ്യം വന്നു. സ്കൂളിൽ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ലേ എന്ന് ദേഷ്യപ്പെട്ടു. ഇതോടെ ടീച്ചറും പ്രഗ്നന്റ് എന്ന വേർഡൊക്കെ വീട്ടിൽ നിന്ന് എന്തിനാ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. താനുവിന്റെ അമ്മയും ആ പയ്യനും എന്റെ മകളും ഒരേ ക്ലാസ്സിൽ പഠിക്കേണ്ട, അവളെ ക്ലാസ് മാറ്റാമെന്ന് പറഞ്ഞു. ആ പയ്യന്റെ പാരന്റ്സിനെ വിളിച്ച് വീട്ടിൽ നിന്ന് അവർ എന്തൊക്കെ കാണുന്നോ കേൾക്കുന്നതിനനുസരിച്ചാണ് അവരുടെ സ്വഭാവം ഉണ്ടാവുക, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കൂ. ഇങ്ങനെ ഒന്ന് ഇനി മുതൽ ഉണ്ടായാൽ അവനെ TC കൊടുത്ത് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ അവളെ ക്ലാസ് റൂം മാറ്റാൻ വേണ്ടി വിളിച്ചാൽ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാണ്, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ആ ക്ലാസ്സിൽ നിനക്ക് വേറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ മോളെ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം കണ്ട് ബോധിക്കും താനുവിനും ഭയങ്കര സങ്കടമായിരുന്നു. വീട്ടിലേക്ക് പോയതും നിങ്ങൾ എന്തിനാണ് താനുവിന്റെ ക്ലാസ് മാറ്റാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞങ്ങളാണ് മാറ്റിയതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം, ഞാൻ അവളുടെ കവിളിൽ കിസ് ചെയ്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞു. നിങ്ങളും അച്ഛനും എപ്പോഴും ഒരുമിച്ചല്ലേ? ആ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും താനുവും കല്യാണം കഴിക്കാം, അങ്ങനെ ഒരേ ക്ലാസ്സിൽ തന്നെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട അവന്റെ പാരന്റ്സിന് ആകെ ഷോക്കായി. അവന് ചീത്ത പറഞ്ഞു, ഇനി മേലാൽ താനുവിന്റെ അടുത്ത് സംസാരിച്ചാൽ നിന്നെ ആ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കും, ഞങ്ങൾ നിന്നെ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കുമെന്ന് പേടിപ്പിച്ചു.